നാട് പരിപാടിയിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട പട്ടണത്തിന്റെ വികസനത്തിന് നാന്ദി കുറിച്ച് ജലപാതയ്ക്ക് 70 വയസ്സ്. 1940 ജൂൺ 3-നാണ് നാടിന്റെ വികസന പ്രതീക്ഷകൾ പൂവണിയിച്ചുകൊണ്ട് വികസനത്തിന്റെ നാഴികക്കല്ലായി ജലപാതയുടെ ഉദ്ഘാടനം നടന്നത്. ആ ദിവസം ഇരിങ്ങാലക്കുട ദേശക്കാർ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. വൈകിട്ട് 4 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കൊച്ചി ദിവാൻ ഷൺമുഖം ചിട്ടി പുതിയൊരു ജലപാത നാടിനായി സമർപ്പിച്ചു. കനാൽ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ദിവാനോടുള്ള ബഹുമാനാർത്ഥം നാട്ടുകാർ കനാലിനെ ഷൺമുഖം കനാൽ എന്ന് വിളിച്ചു വന്നു. പിന്നീട് വന്ന ഭരണാധികാരികൾ കനാലിന് ഷൺമുഖം കനാൽ എന്ന് നാമകരണം ചെയ്തു. പിൽക്കാലത്ത് നഗരത്തെ വാണിജ്യ വ്യവസായ രംഗത്ത് മുന്നേറാൻ സഹായിച്ചത് ഷൺമുഖം കനാലായിരുന്നു. കച്ചവട ചരക്കുകൾ സൂക്ഷിക്കുന്നതിനും മറ്റുമായി ഗോഡൌണുകൾ നിർമ്മിക്കുന്നതിന് കനാലിന്റെ ഇരുവശങ്ങളിലും സർക്കാർ സ്ഥലം നീക്കിവച്ചിരുന്നു. ഇരിങ്ങാലക്കുട മാർക്കറ്റ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന കനാലിലൂടെ കോട്ടപ്പുറം ചന്ത വഴി അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ വരെ എത്തിച്ചേരാമായിരുന്നു. മാത്രമല്ല, ഷൺമുഖം കനാലിനെ കോഴിക്കോട്ടുള്ള കനോലി കനാലുമായും ബന്ധപ്പെടുത്തിയിരുന്നു. അന്ന് കനാലിന്റെ സ്ഥിതി അതായിരുന്നെങ്കിൽ കാലമേറെ മുന്നോട്ട് പോയപ്പോൾ ഈ സ്ഥിതിക്ക് ഏറെ മാറ്റം വന്നു. പുതിയ വ്യവസായങ്ങളും നാഷണൽ ഹൈവേയുമെല്ലാം നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. പക്ഷേ 70 കൊല്ലം മുമ്പ് നാടിന്റെ വികസന പ്രതീക്ഷകൾക്ക് പുതിയ മാനങ്ങൾ നൽകി നിർമ്മിച്ച ഷൺമുഖം കനാൽ ഇന്ന് നാമാവശേഷമായിരിക്കുന്നു. 70കളുടെ അവസാനത്തോടെ കനാലിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. അതുവഴി വഞ്ചികളുടെയോ ബോട്ടുകളുടെയോ വരവില്ലാതായി. ഒരു കാലത്ത് നാടിന്റെ വാണിജ്യ വ്യവസായത്തിന്റെ ജീവനാഡിയായിരുന്ന ഷൺമുഖം കനാലിന് പകരം കേരളത്തിലെ മറ്റെല്ലായിടങ്ങളിലും കാണുന്നത് പോലെ ആഫ്രിക്കൻ പായലുകൾ നിറഞ്ഞു നിൽക്കുന്ന ചപ്പുചവറുകൾ കൊണ്ടിടാനുള്ള ഒരു ചെളിക്കുഴിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ. പോയ കാലത്തിന്റെ പ്രതാപത്തിന് സാക്ഷിയായി ഇന്നവിടെ ഒരു വിളക്കുകാലും കനാലിനു കുറുകെ ഒരു പാലവുമാണുള്ളത്.